ഇടയ്ക്ക് വരാം. പോട്ടെ. പേഴ്സ്. ശരി. എന്താ പറഞ്ഞേ? കാണാനില്ലെന്നോ? കാഞ്ചന എവിടെ പോയി? എനിക്കറിയില്ല മോളെ. രാവിലെ ഓഫീസിൽ പോയതാ. നേരത്തെ ഇറങ്ങിന്ന് അവന്തികയും മൂർത്തിയും എല്ലാവരും പറഞ്ഞു. പക്ഷെ അവൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ മോളെ. എന്ത് ചെയ്യണോന്ന് എനിക്കറിയില്ല. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ചേച്ചി കരയാതെ. അവള് ആരെങ്കിലും കാണാൻ പോയതായിരിക്കും. ഈ രാത്രി ഞാനിപ്പോ എന്താ ചെയ്യാ? ആരോട് അന്വേഷിക്കുക? മോളെ എന്തെങ്കിലും ഒന്ന് ചെയ്യും മോളെ. ഞാനൊന്ന് നോക്കട്ടെ. പേടിക്കണ്ട, കാഞ്ചനയ്ക്കൊന്നും സംഭവിക്കില്ല. അവള് ഉടനെ തിരിച്ചു വരും. ഞാനല്ലേ പറയുന്നു. ഞാൻ രാജീവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി മോളെ. കാഞ്ചന ഇത് എവിടെ പോയി? ഉറങ്ങാറായില്ലേ? അച്ഛാ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത് കാര്യാടാ? സ്വീറ്റ്സ് വല്ലതും വാങ്ങിക്കുന്ന കാര്യമാണോ? ആവശ്യത്തിനുള്ള സ്വീറ്റ്സും സ്നാക്കും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? അതല്ല, ഇന്നിവിടെ ഒരാള് വന്നിരുന്നു. അതാരാ വന്നേ? സച്ചങ്ങളുടെ അമ്മ. എന്താണോ ഇത്? സച്ചിയുടെ അമ്മയമ്മയ്ക്ക് ഇവിടെ എന്താ കാര്യം? അതാർക്കറിയാം. അവര് അമ്മയെ കാണാൻ വന്നതായിരിക്കും. അവര് തമ്മില് വലിയ കൂട്ടാണല്ലോ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ കയറി വരുമ്പോ ഇങ്ങോട്ട് വരരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇതുപോലെ അമ്മയായിട്ട് അടുപ്പമുള്ള ഒരാളല്ലേ അവര്. അപ്പൊ പിന്നെ ഞാനെങ്ങനെ അവരോട് അനിഷ്ടം കാണിക്കുന്നത്? സോറി, അത് ശരിയാ. അവർ ചിലപ്പോ അമ്മ വിളിച്ചിട്ട് വന്നതായിരിക്കും. മോളെ, അമ്മയോട് പോയി കിടന്ന് ഉറങ്ങി പൊയ്ക്കോ. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ് മോനെ, പൊയ്ക്കോ. എടോ, ഞാൻ ആ ദേഷ്യപ്പെട്ടതാണെങ്കിൽ വിട്ടേരെ. ഞാൻ അപ്പുറത്തൊരു മൂടിനങ്ങ് പറഞ്ഞു പോയതാ. ശരി, ഗുഡ് നൈറ്റ്. എന്നാലും എന്തിനായിരിക്കും സച്ചിയുടെ അമ്മ അവിടെ വന്നത്? ദൈവമേ, സച്ചി എല്ലാ കാര്യങ്ങളും ഇനി അമ്മയോട് പറഞ്ഞോ? ആ കേസിനെ കുറിച്ച് ഞാൻ വിശദമായിട്ടൊന്ന് പഠിച്ചു. അവന്തികയ്ക്ക് നല്ല ഒന്നാന്തരം കുരുക്കാ ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതിന് പിന്നിൽ ആരായാലും അവര് നല്ല ഒന്നാന്തരം പുള്ളികളാ. അവർക്ക് മുമ്പിൽ അവന്തികയുടെ ഒരു കളികളും വില പോവില്ല. അത് നന്നായി. അതാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കൊരു സമ്മാനം കൊടുക്കായിരുന്നു. അല്ല, ആരെ വിവരങ്ങളൊക്കെ വക്കീലിന് തന്നത്? ഞാൻ ഗൂഗിൾ സാറുമായിട്ട് സംസാരിച്ചിരുന്നു. ഓ, അതാണോ? എന്താ ഗൂഗിൾ സാറിന്റെ കാര്യം പറയുമ്പോൾ ഒരു താല്പര്യമില്ലാത്തതുപോലെ? വക്കീലെ, അയാളുടെ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ വഴക്കിടണ്ട. എത്രയും വേഗം എനിക്ക് അർച്ചനയും മോളും തിരിച്ചു കിട്ടണം. വക്കീല് അതിനുള്ള വഴികൾ നോക്ക്. നമ്മുടെ കേസ് കോടതി ഫയൽ സ്വീകരിച്ചു. മിക്കവാറും നോട്ടീസ് ആയി കാണും. അപ്പോ ഇനിയെല്ലാം കോടതിയില് അല്ലേ? അതെ, കേസ് കോടതിയിൽ എത്തിയ സ്ഥിതിക്ക് ഇനി അതല്ലാതെ വേറെ മാർഗമില്ല. ഇനി കോടതി തന്നെ തീരുമാനിക്കട്ടെ.
ഹലോ സാറേ, എന്തായി? എന്റെ മോൾ എവിടെയാ? ഞങ്ങൾ അന്വേഷിക്കാം. പക്ഷേ നിങ്ങൾ പോലീസിലൊരു റിട്ടേൺ കംപ്ലൈന്റ് തരണം. അതിന് തയ്യാറാണല്ലോ അല്ലേ? എന്റെ സാറേ, ഞാൻ എന്ത് കംപ്ലൈന്റ് വേണമെങ്കിലും തരാം. എങ്ങനെയെങ്കിലും എന്റെ മോളെ ഒന്ന് കണ്ടുപിടിച്ച് തന്നാ മതി. ഏത് പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് കൊടുക്കണ്ടേ? കംപ്ലൈന്റ് വാങ്ങിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ഉണ്ടാക്കാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. പോലീസ് കൂടെ തന്നെ ഉണ്ട്. ഒരു പോറല് പോലും ഏൽക്കാതെ കാഞ്ചനെ പോലീസ് കണ്ടുപിടിച്ചു തരും. എനിക്കാകെ എന്റെ മോള് മാത്രമേ ഉള്ളൂ. സാറിന്റെ പോലീസും കൂടെ എങ്ങനെയെങ്കിലും എന്റെ മോളെ കണ്ടുപിടിച്ച് തരണം. പേടിക്കണ്ടെന്ന് ഞാനല്ലേ പറയുന്നത്. പോലീസ് ഇപ്പൊ തന്നെ അന്വേഷണം തുടങ്ങും. എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ വിളിക്കാം. ആ ശരി.